അടുത്ത ആഴ്ചയിലേക്ക് എല്ലാവരും നോമിനേഷനിൽ എത്തിക്കഴിഞ്ഞു. ആ അനൗൺസ്മെന്റ് ബിഗ് ബോസ് കൊടുത്തതിന് ശേഷം വലിയൊരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ നടന്നു കഴിഞ്ഞു ഗൈസ്. നിങ്ങൾ പലരും അത് മിസ് ചെയ്തിട്ടുണ്ട് ആകും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് ഒന്നും കൊണ്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതായത് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ഇതിൽ ഒരു ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞൊരു 5th പൊസിഷൻ വരെ കൊണ്ടുവരും. പിന്നെ നമുക്കിപ്പം ഈ ഒരു സീസണിൽ നമുക്ക് ടോപ്പ് 7 വരെ നമുക്ക് പറയാൻ സാധിക്കും. ഇക്കൂട്ടത്തിൽ ഒരു ടോപ്പ് 7 കൂടി ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഈ ഒരു നോമിനേഷന്റെ കാര്യം ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്ത് എല്ലാവരും കേട്ടതിന് ശേഷം അനുമോൾ ഭയങ്കര ഡൗൺ ആണ്, ഭയങ്കര സൈലന്റ് ആണ്. അനുമോൾ ഒറ്റയ്ക്ക് കുറേ നേരം, അത് ലൈവിൽ വേറെ ആരുടെയും കോൺവെർസേഷൻസ് പോലും കാണിക്കാതെ അനുമോൾ ആ ഒറ്റയ്ക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ സെയിം ഇരുന്നിടത്ത് ഇരുന്നു പോയി എന്ന് എനിക്ക് തോന്നി. അതേ കണക്ക്, അതായത് അവരെങ്ങനെയാണോ ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്ത് പറയുന്നത് അന്നേരം അവർ കേട്ടിരുന്ന അതേപോലെ തന്നെ അനുമോൾ കുറേ നേരത്തേക്ക് മ്യൂട്ടായി, ഡൗൺ ആയി, വളരെ സൈലന്റ് ആയി, പേടിച്ച പോലെ ഇരിക്കുകയാണ്. എനിക്കത് കണ്ടിട്ട് തോന്നിയൊരു കാര്യം പറയട്ടെ. ഈ സീസണിൽ ബിഗ് ബോസിനകത്തുള്ള എല്ലാവരും തന്നെയാണ് ഏറ്റവും കൂടുതലും ഒറ്റപ്പെടുത്തിയത്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നും അനുമോൾ എടുത്തിട്ടില്ല. കാരണം അനുമോൾക്ക് ഒന്നും എടുക്കാനുള്ള ബുദ്ധിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാവരും അനുമോളെ മാത്രം അറ്റാക്ക് ചെയ്തു എന്ന് അനുമോൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ തന്നെ മാത്രം എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, താൻ മാത്രം എന്താണ് ഇവിടെ പ്രശ്നക്കാരിയായി മാറിയത്. അക്ബർ ഓരോന്നിങ്ങനെ അതിന് തൊട്ട് മുമ്പാണ് അക്ബർ ഒരു പാട്ടൊക്കെ പാടിയത്, കുത്തിത്തിരിപ്പിന്റെ റാണി, ബിഗ് ബോസ് റാണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടിയായിരുന്നു. അപ്പൊ തൊട്ടേ ആളുടെ ഫേസ് ഒക്കെ കുറച്ച് ഡള്ളാണ്. ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസിൽ അക്ബർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ സീസണിൽ ഏറ്റവും കൂടുതലും ചെയ്ത ഒരു ഗെയിം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ കുറച്ച് വക്രീകരിച്ച് കുറെ പാട്ട് പാടി എന്നുള്ളതാണ്. പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ അതിനകത്ത് ലിറിക്സ് അത്ര അങ്ങോട്ട് കൊള്ളത്തില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം വെച്ചാൽ ഒരാളെ അത്രയും ഡൗൺ ആക്കാൻ പാകത്തിന് അയാൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അനുമോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹാപ്പി ആയിട്ട് നടന്നു പോകുന്നുണ്ട്. അനീഷ് മാറിപ്പോയി കുറെ സിനിമാ പാട്ടൊക്കെ പാടി അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നേരം ആലോചിച്ചു, അനീഷ് ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ആവശ്യം. അനീഷ് ഇതിന് വേണ്ടിയിട്ടാണോ, അനുമോളെ ഇങ്ങനെ ഡൗൺ ആക്കി ഇരുത്താൻ വേണ്ടിയിട്ടാണോ അനീഷ് ഇങ്ങനെ ചെയ്തത്? അപ്പോഴത്തേക്കും നൂറ അനുമോളുടെ അടുത്തേക്ക് സെറ്റിൽ വന്ന് അടുത്തിരുന്നു. എന്നിട്ട് എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.